ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഓൺലൈൻ ക്ലാസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമുക്ക് പ്രവൃത്തി പഠനവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമായാലോ? കൂട്ടുകാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നോ? ഇനിയും നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്ത പാഠഭാഗത്തിന്റെ പേര് എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഒന്ന് പറയാമോ? ആരോഗ്യവും ആരോഗ്യപരിപാലനവും. എന്താണ് ആരോഗ്യവും ആരോഗ്യപരിപാലനവും? മഴക്കാലം എല്ലാവർക്കും ഇഷ്ടമാണോ? ആണോ? ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ മഴക്കാലത്താണ് ഉണ്ടാകുന്നത് അല്ലേ? ഇപ്പോഴത്തെ മഴക്കാലം കൂടുതലായും ശ്രദ്ധിക്കേണ്ട കാലമാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ അപകടകാരികളാണ് മഴക്കാല രോഗങ്ങൾ അല്ലേ? വലിയ അപകടകാരികളാണ് മഴക്കാല രോഗങ്ങൾ. ഈ രോഗങ്ങളൊക്കെ പകരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കൂട്ടുകാർക്കറിയാമോ? ഒന്ന് പറഞ്ഞ്. വൃത്തിഹീനമായ ആഹാരവും വെള്ളവും ഒഴിവാക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കൈകൾ നന്നായി കഴുകുക. ആഹാര സാധനങ്ങൾ ഒരിക്കലും തുറന്നു വെക്കരുത്. എന്തൊക്കെയാണ്? വൃത്തിഹീനമായ ആഹാരവും വെള്ളവും ഒഴിവാക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കൈകൾ നന്നായി കഴുകുക. ആഹാര സാധനങ്ങൾ ഒരിക്കലും തുറന്നു വെക്കരുത്. ഈച്ചകൾ പെരുകാനുള്ള മലിനമായ സാഹചര്യം ഒഴിവാക്കുക. രോഗങ്ങളിൽ നിന്നും മുക്തി തേടാൻ ധാരാളം വെള്ളം കുടിക്കണം. മഴക്കാല രോഗങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഒന്ന് പറഞ്ഞേ. ഡെങ്കിപ്പനി, മലമ്പനി, മഞ്ഞപ്പിത്തം, മന്ത്, ചിക്കൻ ഗുനിയ, വൈറൽ പനി, ടൈഫോയിഡ് എന്നിവയാണ്. ഏതൊക്കെയാ? ഒന്നുകൂടെ ഒന്ന് പറയാമോ കൂട്ടുകാർക്ക്? ഡെങ്കിപ്പനി, മലമ്പനി, മഞ്ഞപ്പിത്തം, മന്ത്, ചിക്കൻ ഗുനിയ, വൈറൽ പനി, ടൈഫോയിഡ് എന്നിവയാണ്. ഈ രോഗങ്ങളൊക്കെ ആരാ പകർത്തുന്നത്? കൊതുകിൽ നിന്നാണ് നമുക്കിതൊക്കെ പകർന്നു കിട്ടുന്നത്. ഏതിൽ നിന്നാണ്? കൊതുകിൽ നിന്ന്. ഈ പകർച്ചപ്പനികളൊക്കെ ഏതിനത്തിൽപ്പെട്ട കൊതുകിൽ നിന്നാണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഡെങ്കിപ്പനി. ഈഡിസ് കൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ഏത് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഈഡിസ് കൊതുക്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? പനി, ശരീരത്തിലെ നിറമാറ്റം, രക്തത്തിലെ പ്ലേറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഏതൊക്കെയാണ്? പനി, ശരീരത്തിലെ നിറമാറ്റം, രക്തത്തിലെ പ്ലേറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി അടുത്തത് ഏതാണ്? കൂട്ടുകാർക്കൊന്ന് പറയാമോ? മഞ്ഞപ്പിത്തം. മലിനമായ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് ഇത് പകരുന്നത്. മഞ്ഞപ്പിത്തം പകരുന്നത് എങ്ങനെയാണ്? മലിനമായ വെള്ളത്തിലൂടെയും
ആഹാരത്തിലൂടെയുമാണ് മഞ്ഞപ്പിത്തം പകരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. ആ, കണ്ണിന് മഞ്ഞ നിറം, ആഹാരത്തോട് വെറുപ്പ്, മൂത്രത്തിന് നിറവ്യത്യാസം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളെന്ന്. ആ, കണ്ണിന് മഞ്ഞ നിറം, ആഹാരത്തോട് വെറുപ്പ്, മൂത്രത്തിന് നിറവ്യത്യാസം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനിയും അടുത്തത് ഏതാണ്? കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ, ഏതാണ് അടുത്തത്? ആ, ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയയും ഈ കാലത്ത് പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് അല്ലേ? കുട്ടികളിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലുമാണ് ചിക്കൻ ഗുനിയ രോഗികളെ കണ്ടെത്താറുള്ളത്. ആരിലൊക്കെയാണ് ചിക്കൻ ഗുനിയ രോഗികളെ കണ്ടെത്താറുള്ളത്? ഒന്നുകൂടെ ഒന്ന് പറയാമോ? കുട്ടികളിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലുമാണ് ചിക്കൻ ഗുനിയ രോഗികളെ കണ്ടെത്താറുള്ളത്. സന്ധികളിൽ നീര്, വേദന എന്നിവ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? സന്ധികളിൽ നീര്, വേദന എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി അടുത്തത് ഏതാണ്? കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞേ. ആ, വൈറൽ പനി. എളുപ്പം പടർന്നു പിടിക്കുന്ന ഒരു പനിയാണിത്. ശരീരവേദന, ജലദോഷം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വൈറൽ പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ആ, ശരീരവേദന, ജലദോഷം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി അടുത്തത് ഏതാണ്? ആ, ടൈഫോയിഡ്. ടൈഫോയിഡും മഴക്കാലത്ത് പകരുന്ന ഒരു രോഗമാണ്. ഈ മഴക്കാല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? അവ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ആ, കുടിക്കാൻ തിളപ്പിച്ചാറിച്ച വെള്ളം ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കുന്നതിലൂടെയും ഏറെക്കുറെ ഈ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്നുകൂടെ കുഞ്ഞുങ്ങളൊന്ന് പറയാമോ? ആ, കുടിക്കാൻ തിളപ്പിച്ചാറിച്ച വെള്ളം ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കുന്നതിലൂടെയും ഏറെക്കുറെ ഈ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ് അല്ലേ? കൂടാതെ ആഹാര സാധനങ്ങൾ കഴുകി ഉപയോഗിക്കുന്നതിലൂടെയും അടച്ചു വെച്ചും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുന്നതും ഈ രോഗത്തെ പ്രതിരോധിക്കാവുന്നതാണ്. ഇവയ്ക്ക് പുറമെ കൊതുകുകടി ഏൽക്കാതിരിക്കാൻ കൊതുകുവല, നീളമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും രോഗത്തെ തടയാൻ മുൻകരുതലുകളായി സ്വീകരിക്കാവുന്നതാണ്. മഴക്കാലത്ത് കുട, റെയിൻകോട്ട്, ഷൂ എന്നിവ നിർബന്ധമാക്കുക. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. മഴക്കാലത്ത് കുട, റെയിൻകോട്ട്, ഷൂ എന്നിവ നിർബന്ധമാക്കുക. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ശരീരം, വസ്ത്രം, ആഹാരം, വീടും പരിസരവും എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെയോ വെള്ളം കെട്ടി നിൽക്കുന്നത് നശിപ്പിക്കുക. അതിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. അത്തരത്തിലുള്ള അവസരം ഒരുക്കി കൊടുക്കാതിരിക്കുക. തോട്ടിലും അഴുക്കുവെള്ളത്തിലും കുളിക്കുന്നതും കാൽ കഴുകുന്നതും ഒഴിവാക്കുക. ഏതൊക്കെയാണ് കൂട്ടുകാർ? ഒന്നുകൂടി പറഞ്ഞേ. ശരീരവും വസ്ത്രവും ആഹാരവും വീടും പരിസരം എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നത് നശിപ്പിക്കുക. അതിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. അത്തരത്തിലുള്ള അവസരം ഒരുക്കി കൊടുക്കാതിരിക്കുക. തോട്ടിലും അഴുക്കുവെള്ളത്തിലും കുളിക്കുന്നതും കാൽ കഴുകുന്നതും ഒഴിവാക്കുക. വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ, ടാങ്കുകൾ തുടങ്ങിയവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കണം. കൊതുക് കടക്കാത്ത വിധം ഇവ അടച്ചു വെക്കണം. വീടിന്റെ ടെറസും സൺഷെയ്ഡും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവ ആഴ്ചയിലൊരിക്കൽ ഒഴുക്കിക്കളയുക. ആഹാരം കഴിക്കുന്നതിന് മുൻപും പുറത്തുപോയി വരുന്നതിന് മുൻപും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകണം. കൂട്ടുകാർ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? ആ, വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ, ടാങ്കുകൾ തുടങ്ങിയവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കണം. കൊതുക് കടക്കാത്ത വിധം ഇവ അടച്ചു വെക്കണം. വീടിന്റെ ടെറസും സൺഷെയ്ഡും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഒഴുക്കിക്കളയുക. ആഹാരം കഴിക്കുന്നതിന് മുൻപും പുറത്തുപോയി വരുന്നതിന് മുൻപും
ശൗചാലയം ഉപയോഗിച്ച ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകണം. ടോയ്ലറ്റിന്റെ ഔട്ട്ലെറ്റ് പൈപ്പിൽ കൊതുകുവല സ്ഥാപിക്കുക. നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യവും നമ്മുടെ കയ്യിലാണെന്ന ഉത്തരവാദിത്വം മറക്കരുത് കൂട്ടുകാരെ. വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ ജലസ്രോതസ്സായ കിണർ, അല്ലേ? കൂട്ടുകാരുടെ വീട്ടിൽ കിണറുണ്ട് അല്ലേ? ആ, ഉണ്ട്. ആ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാറുണ്ടോ? ഉണ്ടോ? ആ, ഉണ്ട് അല്ലേ? എങ്ങനെയാണ് കിണർ ശുദ്ധീകരിക്കുന്നത്? കൂട്ടുകാർക്കറിയാമോ? ഒന്ന് പറയാമോ? എങ്ങനെയാ? ആ, ക്ലോറിനേറ്റ് ചെയ്യും അല്ലേ? എന്ത് ചെയ്യും? ക്ലോറിനേറ്റ് ചെയ്യും. എങ്ങനെയാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? ആ, ഇതിനെ പറ്റിയാണ് ടീച്ചർ ഇനി പറയുന്നത്. നമ്മുടെ കിണർ മാസത്തിലൊരിക്കൽ ക്ലോറിനേറ്റ് ചെയ്യണം. ക്ലോറിനേഷൻ ചെയ്യാത്ത വെള്ളത്തിൽ കൂടി പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കിണർ ക്ലോറിനേഷൻ ചെയ്യണം. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, ക്ലോറിനേഷൻ എപ്പോഴാ ചെയ്യേണ്ടതെന്ന്? ഒന്ന് പറയാമോ? ആ, രാത്രി കാലങ്ങളിലാണ് കിണർ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാ? രാത്രി കാലങ്ങളിലാണ് കിണർ ക്ലോറിനേഷൻ ചെയ്യുന്നത്. ക്ലോറിനേഷൻ ചെയ്യാൻ എന്തൊക്കെ സാധന സാമഗ്രികൾ വേണം? കൂട്ടുകാർക്കറിയാമോ? ഒന്ന് പറഞ്ഞേ. ആ, ബ്ലീച്ചിങ് പൗഡർ, തീപ്പെട്ടിക്കൂട്, ബക്കറ്റ്, തവി, വെള്ളം. എന്തൊക്കെയാണ്? ഒന്നുകൂടെ പറഞ്ഞേ. ബ്ലീച്ചിങ് പൗഡർ, തീപ്പെട്ടിക്കൂട്, ബക്കറ്റ്, തവി, വെള്ളം മുതലായവ. ബ്ലീച്ചിങ് പൗഡർ പൂർണ്ണമായും വെള്ളത്തിൽ ലയിപ്പിക്കണം. ബ്ലീച്ചിങ് പൗഡർ ഒരു തീപ്പെട്ടിക്കൂട് അളവിൽ വേണം എടുക്കാൻ. അതായത് ഒരു റിങ് ജലത്തിൽ ഒരു തീപ്പെട്ടിക്കൂട് അളവിലാണ് ഇതിടേണ്ടത്. ആദ്യം നമുക്ക് ക്ലോറിനേഷൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? ആ, ആദ്യം ഒരു തീപ്പെട്ടിക്കൂട് അളവിൽ ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ബക്കറ്റിലെ വെള്ളത്തിൽ കലക്കുക. കലക്കി കഴിയുമ്പോൾ ആ വെള്ളം പാൽ നിറം പോലെയാകും. ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ അടിഞ്ഞു കഴിഞ്ഞ് ആ തെളിവെള്ളം ആണ് കിണറ്റിൽ ഒഴിക്കേണ്ടത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഒന്നുകൂടെ ടീച്ചർ പറയാം. ആദ്യം ഒരു തീപ്പെട്ടിക്കൂട് അളവിൽ ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ബക്കറ്റിലെ വെള്ളത്തിൽ കലക്കുക. കലക്കി കഴിയുമ്പോൾ ആ വെള്ളം പാൽ നിറം പോലെയാകും. ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ അടിഞ്ഞ് കഴിഞ്ഞ് ആ തെളിവെള്ളമാണ് കിണറ്റിൽ ഒഴിക്കേണ്ടത്. ക്ലോറിനേഷൻ
ചെയ്ത ഉടനെ ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഒന്ന് പറഞ്ഞേ. ആ, ബ്ലീച്ചിങ് പൗഡറിന് വീര്യം കൂടുതലാണ് അല്ലേ? എന്താ? ബ്ലീച്ചിങ് പൗഡറിന് വീര്യം കൂടുതലാണ്. വെള്ളത്തിന് രുചി വ്യത്യാസം വരും. ഈ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കടകളിൽ നിന്നും വിലയ്ക്ക് വാങ്ങാനും സാധിക്കും. ശുദ്ധിയില്ലാത്ത കുടിവെള്ളമാണ് മഴക്കാല രോഗങ്ങൾ ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം. ഒരു ചെറിയ രോഗമാണെങ്കിൽ പോലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പകരാനുള്ള സമയമാണിത്. മലിനമായ ജലവും ഉയർന്ന ജലസാന്ദ്രത എന്നിവ എല്ലാ രോഗപകർച്ചകൾക്കും കാരണമാകും. ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഒന്നുകൂടി ടീച്ചർ പറയട്ടെ. ശുദ്ധിയില്ലാത്ത കുടിവെള്ളമാണ് മഴക്കാല രോഗങ്ങൾ ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം. ഒരു ചെറിയ രോഗമാണെങ്കിൽ പോലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാനുള്ള സമയമാണിത്. മലിനമായ ജലവും ഉയർന്ന ജലസാന്ദ്രത എന്നിവ എല്ലാ രോഗപകർച്ചകൾക്കും കാരണമാകും. ഈ പറഞ്ഞ കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും കൂട്ടുകാർ സ്വന്തമായി ചെയ്തു നോക്കുമല്ലോ അല്ലേ? ഒരു തുടർ പ്രവർത്തനം കൂടി ചെയ്യണം. ഒരു വർക്ക് ഡയറി നിങ്ങൾ തയ്യാറാക്കണം. കൊതുക് നിവാരണത്തെ പറ്റി കൂട്ടുകാർക്ക് വീട്ടിൽ വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? വർക്ക് ഡയറി തയ്യാറാക്കുമല്ലോ. അതുപോലെ തന്നെ ക്ലോറിനേഷൻ സ്വന്തമായി ചെയ്തതിനെ പറ്റിയും വർക്ക് ഡയറി തയ്യാറാക്കണം. ചെയ്യുമല്ലോ അതും? ടീച്ചർ ഇനിയും അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തും. നന്ദി, നമസ്കാരം.